സംശയം തോന്നുന്നത് സാറ് അത് ആളുകളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷം ഈ വാർത്ത കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും പ്രത്യാഘാതം ഉണ്ടാകില്ലായിരുന്നല്ലോ. എന്താണെന്ന് അറിയാവോ, ഈ ഞങ്ങളുടെ ആ നാട് അന്ന് വലിയ ഈ സമരത്തിൽ വല്ലാതെ അഭിരമിച്ചിരുന്നു. കാരണം വരാത്ത സാംസ്കാരിക നായകന്മാരില്ല, അഴീക്കോട് സാർ ഉൾപ്പെടെ, BS-നെ പോലെയുള്ള വെള്ളാപ്പള്ളി, അത്രയും മനുഷ്യരെ അന്ന് വരെ ഇവരൊക്കെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ച പാഠം മറിച്ച് പഠിപ്പിക്കണം. എളുപ്പമല്ല, അല്ല അവര് മാറുകയല്ല. എന്തായാലും ഗുരുദേവൻ രക്ഷിച്ചു, പൂട്ട് രക്ഷിച്ചു. പിന്നെ ഞങ്ങൾക്ക് വേറൊരു സ്വഭാവം കൂടെ ഉള്ളവരാ, ഇവിടെ പറഞ്ഞ വാക്ക് പാലിക്കണമെന്നൊക്കെ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് ഒരു വർത്തമാനം ഉള്ളതാ. അതെ, ഇതും കൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏതായാലും ഗുരുദേവൻ രക്ഷിച്ചു എന്നത് പറഞ്ഞ പോലെ വിജയൻ ചേട്ടൻ രക്ഷിച്ചു എന്ന് പറയാ. ഏതായാലും കുറ്റിയിട്ടു. അതിനുശേഷം അതുകൊണ്ടല്ല അന്ന് ഭാഗ്യത്തിന് പരിക്കൊന്നും പറ്റിയില്ല. അതെ, അത് പരിക്കൊന്നും പറ്റിയില്ല. അതിന് ശേഷം പിന്നെ ഈ അങ്ങയുടെ വീട്ടിലൊക്കെ ആളുകൾ മാർച്ച് ചെയ്തു. സാറിന് സ്വാഭാവികമായിട്ട് അവർ കണ്ടാൽ ആക്രമിക്കുന്ന ഒരു രീതി വന്നില്ല. അപ്പൊ സാറിന് ഒളിവിൽ കഴിയേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അതായത് നാട് വിട്ടു വന്നു. പിറ്റേ അന്ന് പിന്നെ പീരുമേട് CIയും ഉപ്പുതറ SIയും കൂടെ വന്നാണ് എന്നെ ഹോളിൽ നിന്ന് ഇറക്കിയത്. അപ്പൊ ഞാന് എന്താണ് സാഹചര്യം, പുതിയ ഡാം പണിയാൻ 2 ലക്ഷം ട്രക്ക് സമരപ്പന്തലിൽ അല്ല, പന്തലിലല്ല, SNDP ഹാളില്. അപ്പം 2 ലക്ഷം ട്രക്ക് ലോഡ് മെറ്റീരിയൽ വേണം. എങ്ങനെ നമുക്കൊരു പുതിയ ഡാം ഇന്നത്തെ സാഹചര്യത്തിൽ പണിയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഞാൻ വളരെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ കൂക്കുളിയോ ഇനി ഒന്നും പറയാന്നുള്ള എന്നിട്ട് ചെരുപ്പ് വന്നു. അപ്പം അത് ES മൊയ്ജിമോളുടെ തോളെ തട്ടി എൻ്റെ കയ്യെ തട്ടി അങ്ങ് പുറത്തോട്ട് പോയി. അപ്പം പെട്ടെന്ന് അങ്ങ് നിശബ്ദമായി. ഇതെല്ലാം കഴിഞ്ഞ് അവിടെ നടന്നത് വലിയൊരു തമാശ ഉണ്ടായി. മുല്ലപ്പെരിയാർ സമരസമിതിക്ക്. അപ്പം എന്നെ ഉടനെ CR നീലകണ്ഠൻ ഉണ്ടെന്ന്, CRും എല്ലാവരും കൂടെ എന്നെ പിടിച്ച് ഹോളിൻ്റെ ഏറ്റവും മൂല കൊണ്ട് നിർത്തിയിരിക്കുക. എനിക്ക് കസേര പോലും ഇല്ല, ഞാനിങ്ങനെ കൈകെട്ടി നിൽക്കുക. പിന്നീട് ഞാൻ വാ തുറന്നില്ല. നീ ഇനി ഒരു അക്ഷരം മിണ്ടണ്ടാന്ന് പറഞ്ഞ് ചെരുപ്പറിഞ്ഞതിന് ശേഷം വാ തുറന്നില്ല. അത് ഭയന്നാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ വീട്ടുകാരെന്നെ ഓർക്കും എന്നൊക്കെയുള്ള ഭയങ്കര ഭയമുണ്ട്. ഏതായാലും പിന്നെ ഇതിന് ശേഷം പുതിയ ചെയർമാനെ തിരഞ്ഞെടുക്കുക. 2-3 പേരുടെ പേര് പറഞ്ഞു, ഫാദർ ജോയ് നിരപ്പേൽ ഉൾപ്പെടെ. ആരും തന്നെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ ബിജിമോൾക്കൊരു കാര്യം മനസ്സിലായി, സമരം പൊളിയൂന്ന് മനസ്സിലായി. ബിജിമോൾ ഒരു ഡിക്ലറേഷൻ നടത്തി. ഞാൻ വാ തുറന്നില്ല. ബിജിമോൾ സ്വയം ഒരു ഡിക്ലറേഷൻ നടത്തി. CP റോയി അനൗൺസ്മെന്റ് പോകുന്നുണ്ട്. തുടങ്ങി. ബിജിമോൾ വീണ്ടും ഒരു അനൗൺസ്മെന്റ് നടത്തി. ബിജിമോൾക്ക് മനസ്സിലായി ഒരു പുതിയ ചെയർമാൻ വന്നില്ലെങ്കിൽ ഈ സമരം നിന്ന് പോകും. അത് കൂടുതൽ പൊളിറ്റിക്കലായിട്ട് ബിജിമോളെ സംബന്ധിച്ചിടത്തോളം അതിന് ചില്ലറ. ഇത് ഒരു സെക്കൻഡ് സാർ, ഈ ബിജിമോളുടെ പീരുമേടാണോ അത് മണ്ഡലം? പീരുമേട് സമരം ചപ്പാത്ത് പീരുമേട് നിയോജക മണ്ഡലത്തിലാണ്. അതുകൊണ്ടാണ് ഇവർക്ക് പ്രോമിനൻസ് വരുന്നത്. എന്തായാലും അതുകൊണ്ട് ബിജിമോള് CP റോയ് അദ്ദേഹം പറഞ്ഞ നിലപാട് തിരുത്തും. CP റോയിയെ തന്നെ നമുക്ക് വീണ്ടും ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കണമെന്ന് അനൗൺസ് ചെയ്തു. CP റോയിയാണ് നമ്മുടെ ചെയർമാൻ അനൗൺസ് ചെയ്തു. എന്നിട്ട് സെക്രട്ടറിയോട് വിളിക്കട ഷാജി സാറിന് മുദ്രാവാക്യം എന്ന് പറഞ്ഞേ ഒരു മുദ്രാവാക്യം വിളിച്ചു, CP റോയ് സിന്ദാബാദ്. ഞാൻ വീണ്ടും ചെയർമാനായി. പക്ഷേ ഇത് 1ാം നിലയിലാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. ഇതൊന്നും അല്ല താഴത്തെ മുദ്രാവാക്യങ്ങൾ ഇതൊന്നും അല്ല. അപ്പം ഞങ്ങൾക്ക് മേളിൽ കേൾക്കാം, അവനെ ഇറക്കി വിടുന്ന് പറഞ്ഞാണ്. അട്ടഹസിക്കാണ്, ഭയങ്കരം. അവിടെ മുഴുവൻ നിറഞ്ഞാണ് ആളുകൾ. അതാണ് പീരുമേട് CIയും ഉപ്പുതറ SIയും കൂടെ വന്നത്. അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞു. അപ്പോൾ മേളിൽ മുദ്രാവാക്യം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് CI ഹോള് തുറക്കാൻ ആവശ്യപ്പെട്ടു. ഹോള് തുറന്ന് ഒരൊറ്റയാൾ മേളിലോട്ട് കയറാമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് വീട്ടിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടു.
ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ വീട്ടിൽ പോകുന്ന പ്രശ്നമില്ല, ഇന്ന് ഞാൻ ചപ്പാത്തിൽ നിൽക്കുന്നുള്ളൂ, നാളെ ഞാൻ വീട്ടിൽ പോയിക്കോളാം എന്ന് പറഞ്ഞു. അത് പറ്റത്തില്ല, DSP വിളിച്ച് പറഞ്ഞിരിക്കുന്നത് സാറിന് വീട്ടിൽ കൊണ്ടാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, എവിടെയാണ് പോകേണ്ടത് എന്ന് ചോദിച്ചു. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. കട്ടപ്പനയ്ക്ക് പോയാൽ പോരെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പോകുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചപ്പം ആളുകളെ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെല്ലാം കൂടെ പറഞ്ഞു സാറിന് എന്നാൽ ഇന്ന് സാർ പോകുന്നില്ലെങ്കിൽ ഇന്ന് കൊണ്ട്. അപ്പം പിന്നെ ഞാൻ എൻ്റെ കൂടെ എൻ്റെ സ്റ്റുഡൻ്റ് കൂടെ ആയിരുന്ന ജോൺസന്റെ വീട്ടിൽ, അവിടെ ചപ്പാത്തിൽ ടൗണിൽ തന്നെ ഞാൻ ജോൺസന്റെ വീട്ടിൽ താമസിച്ചു. പിറ്റേ ദിവസം കാലത്ത് ഹിന്ദുവിൻ്റെ ശ്രുതി ഉൾപ്പെടെയുള്ള ആളുകളാണ് കൊച്ചിയിൽ നിന്നാണ് വന്നത്, അങ്ങോട്ട് വന്ന സംഭവ വികാസങ്ങളൊക്കെ അറിയാനായിട്ട്. പക്ഷെ ആ സംഘർഷാവസ്ഥയിൽ ബിജിമോള് കാണിച്ച തന്ത്രപരമായ നിലപാട് അല്ലേ ഇതിന് തണുപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചു. സാറിന് അനുകൂലമായിട്ട് മറുഭാഗത്ത് വിളിപ്പിച്ചല്ലോ, നല്ല തന്ത്രമുണ്ട് രാഷ്ട്രീയക്കാരുടെ ഏറ്റവും. പിന്നീട് ഞങ്ങൾ അന്ന് ക്രിസ്മസും കൂടെ ആകുമ്പോൾ പല വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം ജോൺസന്റെ വീട്ടിൽ നിന്ന് ബിജിമോളെ കഴിച്ചത് ഞങ്ങളെല്ലാവരും കഴിച്ചാണ്. ബിജിമോള് വന്നു 2 മണി കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞത്. ഒത്തിരി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് സമരം മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം ചാനലുകൾ വന്നു, എന്തായിരുന്നു താങ്കളുടെ സൊല്യൂഷൻ എന്നുള്ള ചോദ്യമാണ് അവർ ഫോക്കസ് ചെയ്തത്. അതിനകത്ത് ഞാൻ വീണ്ടും മനസ്സ് തുറക്കാൻ അവസരം കിട്ടി. പക്ഷെ മനസ്സ് തുറന്നത് രാത്രിയായപ്പോൾ ചപ്പാത്തിൽ ഒരു കമാൻഡർ ജീപ്പ് വന്നു. അത് നിറച്ച് ആളുകളല്ല, എന്നെ നാട്ടിൽ കൊണ്ടുപോകാനാണ്. എല്ലാ ഡിസംബർ 25-നും വാർഷികം കഴിഞ്ഞ് ഞാൻ വൈഫ് അന്ന് കോട്ടയത്താണ്, നാട്ടകം ഗവൺമെൻറ് കോളേജിലാണ്. എന്നെ അവർ ഞാൻ വീട്ടിലേക്ക് പോവുക പതിവ്, കുട്ടികളും കോട്ടയത്ത് പഠിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോട്ടയത്തേക്ക് പോവുക പതിവ്. അന്ന് പോകാൻ ഒത്തില്ലല്ലോ, വീട്ടുകാരും വളരെ പേടിച്ചിരിക്കുകയായതുകൊണ്ട് ഞാൻ അന്ന് ചപ്പാത്തിൽ നിന്ന് പോകുന്നില്ല എന്ന് ഞാൻ CIയോട് തീർത്തു പറഞ്ഞു. കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടാക്കും എന്ന് CIയും പറഞ്ഞു. ഒരു തർക്കം ഉണ്ടായി ഹാളിനകത്ത്. അപ്പോൾ പിന്നെ ആളുകൾ ഇടപെട്ടു, സാറിന് പോകുന്നില്ലെങ്കിൽ കൊണ്ടുപോകണ്ടായി എന്ന് പറഞ്ഞ ആളുകൾ വട്ടം കൂടി. അപ്പോൾ അത് വീണ്ടും ഒരു സംഘർഷം പോലൊരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ CIക്ക് മനസ്സിലായി, അങ്ങനെ ഉണ്ടെങ്കിൽ സുരക്ഷിതമായിട്ട് നിൽക്കാവൂന്ന് ചോദിച്ചു. നിൽക്കാവൂന്ന് പറഞ്ഞു. എവിടെയാണെന്ന് ചോദിച്ചു. ജോൺസന്റെ വീട്ടിലാണെന്ന് പറഞ്ഞു. ഓക്കെ, ജോൺസൺ അപ്പം എന്നെ കൊണ്ടുപോകാനായിട്ട് നിൽക്കുകയാണ്, എന്നെ കൂട്ടിക്കൊണ്ട് പോകാനും കൂടെ നിൽക്കുകയാണ്. അപ്പോൾ ഗേറ്റ് തുറന്നു. അപ്പം CI ആണ് ആദ്യം ഇറങ്ങുന്നത്. ഒരൊറ്റയാളും ഈ പോലീസ് ജീപ്പിനടുത്തേക്ക് വരരുത്, CP റോയിയെ. അപ്പം CP റോയ് എന്നൊക്കെ പറയുന്ന അന്ന് പോലീസുകാർക്കൊക്കെ പരിചയമുണ്ട്, എൻ്റെ പേര് പരിചയമുണ്ട്. ഇവിടെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്, ഒരാൾ പോലും ജീപ്പ് തടയരുതെന്ന് അനൗൺസ് ചെയ്തിട്ടാണ് എന്നെ ഫ്രണ്ടിൽ കയറ്റി. CI പുറത്ത് കയറി. ജോൺസന്റെ വീട് ഒരു 150 മീറ്ററേ ഉള്ളൂ, അടുത്ത അവിടെ കൊണ്ടു ജോൺസന്റെ വീട്ടിലേക്ക് ഇറക്കി. അപ്പോൾ അതിനിടയ്ക്കൊന്ന് ജീപ്പ് തടയാൻ, ഒരു വളവ് തിരിഞ്ഞപ്പോൾ ജീപ്പ് തടയാനുള്ളൊരു ശ്രമം നടന്നു. CI അവിടെ ഇരുന്ന് മാറാൻ പറഞ്ഞു. SI തൊട്ട് പുറകെ ഉണ്ട്, ഉപ്പുതറ SI ഉണ്ട്. ഏതായാലും ജോൺസന്റെ വീട്ടിൽ കൊണ്ടാക്കി. പിന്നീട് ബിജിമോള്, അച്ഛനെ ഞങ്ങളെല്ലാവരും കൂടെ വന്ന് ഒന്നിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പിരിഞ്ഞു. പിറ്റേ ദിവസം കാലത്ത് ഞാൻ സമരപ്പന്തലിൽ കയറിയില്ല. ഞാൻ പാലത്തേൽ ഫുൾ ടൈം നിലയുറപ്പിച്ചിരിക്കുന്നത്, പാലത്തിൽ തന്നെ. അപ്പം അപ്പോഴത്തേക്ക് കാര്യങ്ങൾ പോയത് അങ്ങനൊന്നുമല്ല. 10 കോടി രൂപയും 3000 ഏക്കർ സ്ഥലവും എനിക്ക് തമിഴ്നാട്ടിൽ കിട്ടിയെന്നാണ്. അത് ഗൾഫിൽ ചെറിയ സംഖ്യയൊന്നും അല്ല, ഒരുമാതിരി. അപ്പൊ അതിനകത്ത് എനിക്ക് 19,000 രൂപയൊക്കെ തന്നെന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. അതുകൊണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. 10 കോടി രൂപയും 3000 ഏക്കർ സ്ഥലവും. അപ്പം അത് കുഴപ്പമില്ല, ഒരു തുകയാണല്ലോ എന്നൊക്കെ ഞാനും വിചാരിച്ചു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അന്നൊക്കെ ഗൾഫിൽ നിന്നൊക്കെ ഉള്ള ആ ഇടയ്ക്ക് സമരം നടക്കുന്ന കാലത്ത് ഈ നല്ല നാടിനോട് സ്നേഹമുള്ള മനുഷ്യർ ലോകമെമ്പാടും ഉണ്ട്. അവർ വരുമ്പം അവധിക്ക് സമരപ്പന്തലിൽ വന്നിട്ട് പോകുന്ന ആ മനുഷ്യരുടെയൊക്കെ ആത്മാർത്ഥത. കാരണം 30 ദിവസത്തെ അവധിക്കായിരിക്കും അവർ വരുന്നത്. അതിലൊരു ദിവസം ഇതിന് മാറ്റിവെക്കുന്ന ആത്മാർത്ഥത കാണിച്ച മനുഷ്യർ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഞങ്ങൾ പിന്നെ ഞാൻ പാലത്തേൽ വളരെ ഓപ്പണായിട്ട് ഡിസംബർ 26 ഒരു പകൽ മുഴുവൻ വൈകിട്ടായപ്പോൾ വിശ്വംഭരൻ ചേട്ടൻ എൻ്റെ സന്തത സഹചാരിയാണ്.
ഈ അനിശ്ചിതകാല നിരാഹാരം തുടങ്ങി 30 ദിവസത്തോളം ഞാൻ വിശ്വംഭരൻ ചേട്ടൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അല്ല, വിശ്വംഭരൻ ചേട്ടന് അവിടുത്തെ അമ്പല കമ്മിറ്റിയുടെ ഒക്കെ ആളാണ് അദ്ദേഹം. ഒരു സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ആളാണ്, ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. വളരെ ചെറിയ വീടാണ്. എന്നെ കൂടെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള യാതൊരു സൗകര്യവും ഇല്ല. എങ്കിലും വിശ്വംഭരൻ ചേട്ടൻ ഞാൻ ചെല്ലുന്നത് പ്രമാണിച്ച് മോൻ ഗൾഫിലാണ്, പുള്ളിക്കാരത്തിയോട് അവരുടെ വീട്ടിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. അതും സ്ഥലം ഉണ്ടാക്കി തന്നു. അവരുടെ വീടും അവിടെ അടുത്ത് തന്നെയാണ്. അവരുടെ വീട്ടിലോട്ട് പാവപ്പെട്ടവന്റെ വീടായതുകൊണ്ട് തന്നെ കൂടുതൽ സേഫ് ആയിരുന്നു, വളരെ സുരക്ഷിതമായിരുന്നു, സുഭിക്ഷവുമായിരുന്നു. ഞങ്ങൾ വിഷ്ണുഭരൻ ചേട്ടൻ്റെ ചേച്ചി എൻ്റെ വസ്ത്രങ്ങൾ വരെ അലക്കി രാവിലെ ഞാൻ വരുമ്പം ഒരു ജോഡി ഡ്രസ്സ് അലക്കിയത് തരും. വൈകിട്ട് എൻ്റെ ഡ്രസ്സ് മാറി മേടിക്കും. ഞാൻ ഇറങ്ങി അലക്കാമെന്ന് പറഞ്ഞാൽ 6ന്റെ തീരത്താക്കും. 4 ചുവട് വെച്ചാൽ ആറ്റിലോട്ടാണ് ഇറങ്ങും, പെരിയാറിലോട്ടാണ് ഇറങ്ങുന്നത്. അതുപോലും സമ്മതിച്ചില്ല. അപ്പോൾ ഡിസംബർ 26 വൈകിട്ട് സന്ധ്യയായപ്പോൾ എന്നെക്കാൾ പ്രായമുള്ള ആളാണ്. സാറിന്ന് വീട്ടിൽ പോകണമെന്ന് ഞങ്ങളുടെ സമരപ്പന്തലിൻ്റെ ഇൻചാർജാണ് വിശ്വംഭരൻ ചേട്ടൻ. സമരപ്പന്തലിൽ വിശ്വംഭരൻ ചേട്ടൻ പറയുന്നു, വിശ്വംഭരൻ ചേട്ടനോടുള്ള അവകാശം, അത്രയും അവകാശം വേറെ ആർക്കും ഇല്ല. അദ്ദേഹം 6 മണിക്ക് എഴുന്നേറ്റ് പന്തൽ തൂത്തുവാരി വൃത്തിയാക്കി മൈക്ക് എടുത്ത് വെച്ച് കാര്യങ്ങളെല്ലാം റെഡിയാക്കുന്നയാളാണ്. എന്നിട്ടേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വൈകിട്ട് സാറൊന്ന് വീട്ടിൽ പോകണമെന്ന് പ്രഖ്യാപിച്ചു. അവർ പ്രഖ്യാപിച്ചു. വൈകിട്ടായപ്പോഴത്തേക്ക് ഒരു വണ്ടി നിറച്ച ആള് വന്നു. ഈ വിശ്വംഭരൻ ചേട്ടൻ്റെ നേതൃത്വത്തിൽ എസ്കോട്ട് ജീപ്പിനകത്തോട്ട് കയറിക്കോളാൻ പറഞ്ഞു. നടുക്ക, അതാണ് ഈ കറുത്ത ജീപ്പ്, കമാൻഡർ. അതിൽ 10-12 പേർക്ക് കയറാം. അപ്പൊ എന്നെ വെളിയിൽ സൈഡിലിരുത്താൻ പറ്റുകയില്ല. ജീപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങും നിർത്താൻ പാടില്ല. സാറിന്റെ വീട് നാട്ടകത്ത് കൊണ്ടേ നിർത്താൻ പാടുള്ളൂ. അങ്ങോട്ടാണ് പോകുന്നത്, കോട്ടയത്തേക്ക്. അപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ ഡ്രൈവർമാരെന്നൊക്കെ പറഞ്ഞാൽ നല്ല എക്സ്പെർട്ട് ഡ്രൈവേഴ്സാണ്. ആ വണ്ടിയുടെ സ്പീഡ് അതിഭയങ്കര സ്പീഡിൽ നേരെ കോട്ടയത്തോട്ട് വിട്ടു. കോട്ടയത്ത് ചെന്ന് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്താണ് നിർത്തുന്നത്. ഡിസംബർ 26 ഈവനിങ്ങിൽ പോകുന്നു. വീട്ടിൽ കൊണ്ട് നിർത്തി. അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു, എല്ലാവർക്കും ഇത്തിരി കഞ്ഞി ഇട്ടേക്കണം, ഞങ്ങൾക്ക് എല്ലാം കൂടി ചെറിയ ഭക്ഷണം വീട്ടിൽ കഞ്ഞിയെല്ലാം കരുതി വീട്ടുകാർ കാത്തിരിക്കുകയാണ്. ചെന്നു, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഇത് നമ്മുടെ ചാനലിൽ പറയാവുന്ന അറിയത്തില്ല. കഞ്ഞി എല്ലാവരും ഷാള് പുതച്ചിട്ടുണ്ട്. അപ്പം വീട്ടിൽ ചെന്ന് ഷാള് വരാന്തെ വെച്ച് അകത്തോട്ട് കയറിയത് തണുപ്പിൻ്റെ ആയിരിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും പോകാനിറങ്ങിയപ്പോൾ ഷാൾ എടുക്കുന്ന കൂടെ എന്തോ ഒരു സാധനം കൂടെ എടുത്തു എല്ലാവരുടെയും കയ്യിൽ. എന്നുവെച്ചാൽ സുരക്ഷയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ഉണ്ടായിരുന്നു എല്ലാവരുടെയും കയ്യിൽ. എല്ലാം നല്ല സമരമുഖത്തും ഉണ്ടാവും. ഏതായാലും പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് TV ഒന്ന് വെച്ചേത് പത്തിലെ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങൾ 3 മണിക്കൂറായിട്ട് ഒന്നും അറിയുന്നില്ലല്ലോ. ഒന്ന് വെച്ചേന്ന് പറഞ്ഞു. ഇവർ മുറ്റത്തൊക്കെ നിന്നു. TV ഒന്ന് വെച്ചു. അപ്പോൾ ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. CP റോയിയെ പുറത്താക്കി. സമരസമിതി. അദ്ദേഹം നിലപാട് വീണ്ടും ആവർത്തിച്ചു. അപ്പം ഞാൻ ഹിന്ദുവിൻ്റെ ശ്രുതിക്കൊക്കെ കൊടുത്ത വാർത്തയും വെച്ചിട്ട് ആളുകൾ ഉൾപ്പെടെ സ്വാഭാവികം. അതിൽ ഒരു ചാനലിന് കൊടുത്ത വാർത്ത, ഒരു ഇംഗ്ലീഷ് ചാനൽ, ഡൂൾ ന്യൂസ്, അവർ കൊടുത്ത ചാനലിലെ വാർത്തയിൽ ഈ പുതിയ ടണലിന് നിർദ്ദേശം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതെവിടുന്നോ അവർ ചോർത്തിയിട്ട് അവിടെ ഒരു ഞങ്ങൾക്ക് അവിടെ അന്ന് കമ്പ്യൂട്ടർ ഉള്ളത് ഒരു സ്റ്റുഡിയോയിൽ മാത്രമാണ്. ആ സ്റ്റുഡിയോയിൽ അതിട്ടിട്ട് മുഴുവൻ ആളുകളെയും വിളിച്ച് കാണിക്കുകയാണ്. അപ്പം പുറത്താക്കാനുള്ള കാരണമായി. കോഴിക്കോട്. അപ്പോൾ അതോടെ പുറത്താക്കും. അപ്പം അങ്ങനെ വാർത്ത. അപ്പം ഇവർ ഇതെല്ലാം കണ്ടിട്ട് അവർ തിരിച്ചുപോയി. വൈകാതെ എല്ലാ ചാനലുകളും വീട്ടിലേക്ക് വന്നു. 2-2:30 വരെ അന്ന് വീണ്ടും ഇൻ്റർവ്യൂ ആയിരുന്നു. മാധ്യമങ്ങൾ അത്ര, കാരണം ഞങ്ങളുടെ ഭൂമി കുലുങ്ങിയ ദിവസം മുതൽ OB വാനുകൾ ചപ്പാത്തി കിടക്കുക.
എല്ലാ ചാനലുകളുടെയും OB വാനുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തിൽ ഇങ്ങനെ OB വാനുകൾ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവർ വന്നു, ഇൻ്റർവ്യൂ കൊടുത്തു 2 മണിക്ക്. അത് കഴിഞ്ഞിട്ട് അല്ല, അങ്ങനെ പുറത്താക്കിയിട്ട് എന്ത് ചെയ്തു? ഒരു ചെയർമാൻ പകരം അവിടുന്ന് പിന്നെ ജോയി നിരപ്പലിനെ അവർ നിർബന്ധിച്ച് വീണ്ടും ചെയർമാനാക്കി ഫാദറിനെ. എന്നിട്ട് സമരം തുടർന്നു. സമരം തുടർന്നു. അപ്പൊ മുദ്രാവാക്യം ഇത് തന്നെ. മുദ്രാവാക്യം പുതിയ ഡാം. പക്ഷേ ഇതിനിടയ്ക്ക് ഞങ്ങളെ ഒന്ന് പൊളിക്കാനായിട്ട് ഞങ്ങളുടെ ജനപിന്തുണ കണ്ടോണ്ട് സഖാവ് പിണറായി വിജയൻ ഞങ്ങളുടെ സമരപന്തലിൽ വന്നിരുന്നു. അന്ന് പാർട്ടി സെക്രട്ടറിയാണ്. പിന്നെ മണിയാശാനും എല്ലാവരും വന്നിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ജനപിന്തുണ കണ്ടിട്ട് അവർക്ക് പാർട്ടി ഒരു മുല്ലപ്പെരിയാർ സമരം ആരംഭിച്ചു. വണ്ടിപ്പെരിയാറിൽ കുറച്ചുകൂടെ സമാന്തര സമരം. എന്നിട്ട് എന്ത് ചെയ്തു? അത് CPM മാത്രം? CPM എല്ലാ ഘടകകക്ഷികളും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അന്ന് പ്രേമേന്ദ്രനൊക്കെ അവരുടെ കൂടെ ആണല്ലോ, എല്ലാവരും ഉണ്ട്. എന്നിട്ട് ഒരു സർക്കുലർ കൊടുത്തു, ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾക്ക് ചപ്പാത്തി പങ്കെടുക്കാം, ബാക്കി ആളുകളെല്ലാം വണ്ടിപ്പെരിയാർ. അതിലും ഏറ്റവും വലിയൊരു തമാശ, ആ സമരം ഉദ്ഘാടനം ചെയ്യാൻ അവരെന്നെയാണ് വിളിച്ചത്. ഞാൻ പോയി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മുല്ലപ്പെരിയാറാണല്ലോ അവിടെയും പറയുന്നത് എന്നുള്ളത് കൊണ്ട്. പക്ഷേ ഞങ്ങളെക്കാൾ ആളുകളെ സംഘടിപ്പിക്കാൻ CPM-ന് പറ്റി. S. രാജേന്ദ്രൻ MLA ആദ്യം കടന്നു. തുടർന്ന് ഇങ്ങോട്ട് 1-2 MLA-മാരും ഒക്കെ കടന്നു. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവരുടെ സമരം പെട്ടെന്ന് നിർത്തിയിട്ട് അവർ ഞങ്ങളുടെ സമരപന്തലിൽ വന്നു. ശരി. അല്ല, അപ്പോൾ അവിടെ സാർ എടുത്ത ഡിമാൻഡ് ഏതായിരുന്നു? ഇവരുടെ സമരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ സമരസമിതി ചെയർമാനാ. ഞങ്ങളുടെ സമരം ഈ ഡിസംബർ 25-ന് മുമ്പ് അവർ സമരം തുടങ്ങുന്നത്. ഡിസംബർ 25-ന് മുമ്പ് അവർ സമരം തുടങ്ങുന്നത്. അപ്പം ഞാൻ പന്തലിൽ പ്രസംഗിച്ചിട്ട് പോന്നു. അത് കഴിഞ്ഞ് അവർ ഞങ്ങളുടെ സമരപന്തലിൽ വന്നു. സമരം ഇനി അവർ നടത്തിക്കോളാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളൊരു പരിധിവരെ മടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടവുമാണല്ലോ. എല്ലാവരും വിചാരിച്ചു ഇത്രയും സംഘടനാ ബലമുള്ള പാർട്ടിയാണല്ലോ, അവർ നടത്തിക്കോളും എന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇച്ചിരി പുറകോട്ട്, ഞങ്ങളുടെ അന്നത്തെ നേതാക്കന്മാർ അവരും പുറകോട്ട് പോയി. അവരൊരു 30 ദിവസം സമരം നടത്തി. പിന്നെ ഇരിക്കാൻ ആളില്ല, അവരുടെ ആൾ വരുന്നില്ല. ഞങ്ങൾക്കും സംഘടിപ്പിക്കാൻ പറ്റിയില്ല. പറ്റിയില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ പിന്നെ അതിന് ശ്രമിച്ചില്ല. അത് ഞങ്ങള് സത്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയായി പോയി ഞങ്ങളുടെ സമരത്തിന്. അങ്ങനെ ആ സമരം ഇത് അങ്ങനെ ആ സമരം അവസാനിച്ചെങ്കിലും അത് ബദൽ സമരത്തിലൂടെ അത് പരാജയപ്പെടുത്തിയതിൽ ഇടതുപക്ഷത്തിനും പങ്കുണ്ട്. തീർച്ചയായിട്ടും. ഒരു മുദ്രാവാക്യം മീൻസ് ഇതല്ലെങ്കിൽ മറ്റൊരു മുദ്രാവാക്യമായിട്ട് മുല്ലപ്പെരിയാർ സമരം പിന്നെ ആരും ഏറ്റെടുത്തതേ ഇല്ല. അല്ല, ഇപ്പോഴും സമരസമിതി എന്നുള്ള ഒരു പേര് മാത്രമേ ഉള്ളൂ. പേര് മാത്രം. അതിന് ഒരു ചെയർമാനും ഒക്കെ ഉണ്ട് ഇപ്പോഴും. പിന്നെ സാറിന് എപ്പോഴും ഒരു സംശയം, ഈ 9+9+9 എന്നുള്ളത് ഇതിനകത്ത് പറയുന്ന ഈ ടണൽ എന്ന് പറയുന്ന ആശയമില്ലേ, ഇതെന്താ എപ്പോഴും മരവിച്ച് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താണ്, പിന്നെ ഈ മാത്രമല്ല ഇതിനകത്ത് ഇതിന്റെ മരവിപ്പ് മാറണമെങ്കിൽ മലയാളികൾ ഉണരണം. എന്താന്ന് ചോദിച്ചാൽ ഈ ടണൽ നിർമ്മിക്കാൻ the state of Tamil Nadu need to construct the new tunnel എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി പറയുന്നത് 2014. അല്ല, സിനുവിന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ 2014 പറഞ്ഞിട്ട് 12 കൊല്ലം കഴിഞ്ഞു. എന്നിട്ട് എന്താണ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒന്നും ഇത് ശ്രദ്ധിക്കാത്തത്? ഇത് തന്നെയാണ് എന്റെയും സംശയം. അതിനകത്ത് ഒരു കാര്യം, അതിനുശേഷം 2024 മെട്രോമാൻ E. ശ്രീധരൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കുറിപ്പുണ്ട് ഈ പുസ്തകത്തിൽ, നമ്മുടെ അനുബന്ധ ലേഖനത്തിലുണ്ട്. അദ്ദേഹം പറഞ്ഞു മുല്ലപ്പെരിയാറിന്റെ ഒരു സൊല്യൂഷൻ പരിഹാരം അതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് അതിന് കുറച്ച് വാർത്താ പ്രാധാന്യം വന്നു എന്നുള്ളത് ഒഴിച്ചാൽ പിന്നെ അത് തണുപ്പ് നിൽക്കുക. ഈ അങ്ങ് സമരത്തിൽ നിന്ന് വിട്ടുപോകുന്ന അങ്ങ് പുതിയ മുദ്രാവാക്യങ്ങൾ മീഡിയയോട് പറയാൻ തുടങ്ങി. എന്നിട്ട് പിന്നെ വല്ല അറ്റാക്കോ ബുദ്ധിമുട്ടുകളോ കേസോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്ത് ഞാൻ ചെന്നതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ വീടിൻ്റെ പരിസരം മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചു.
അവിടെയും വെറുതെ വിട്ടില്ല. അപ്പോൾ വൈഫാണെങ്കിൽ പിന്നെ കോളേജ് അധ്യാപികയാണ്. പിന്നെ എന്താണ്, ഒരുപാട് ആളുകൾ വല്ലതും അറ്റസ്റ്റ് ചെയ്യിക്കാനോ. ആരുടെ പേരിലായി പോസ്റ്റർ ആരുടെയും പേര് വെച്ചിട്ടില്ല. നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് താമസിക്കുന്ന ഈ മനുഷ്യനെ പറഞ്ഞുള്ളൂ, പേര് വെച്ചിട്ടില്ല. നമ്മുടെ ഭാഷയിൽ പിതൃശൂന്യമായ ഈ മനുഷ്യൻ കേരളത്തെ വഞ്ചിച്ചവനാണ്. തമിഴ്നാട്ടിൽ നിന്ന് 10 കോടി രൂപ വാങ്ങി. അതെ, വഞ്ചിച്ചവനാണ്. ഇയാളെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കുക എന്നാണ്. നല്ല പണിയാണ്. നല്ല ഓടിക്കുക എന്നാണ്. അപ്പോൾ അവിടെ എന്ത് റെസ്പോൺസ് ഉണ്ടായി? അതിൽ ഒരു ഉപകാരം ചെയ്തു. എൻ്റെ ഹൗസ് ഓണർ, ഞങ്ങൾ 10 വർഷം വാടക വീടാ അവിടെ താമസിക്കുക. വൈഫും മക്കളും. ഞാൻ വീക്കെൻഡിൽ വരും. പ്രൊഫസർ ടീച്ചർ അന്ന് കോളേജിൽ ഗവൺമെന്റ് കോളേജിൽ. അപ്പൊ ഞാൻ റിട്ടയർഡ് ആകുന്നതിന് മുമ്പ് സമരം 6-ൽ തുടങ്ങിയതല്ലേ. ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും വരും. പിന്നെ വന്ന് ഞായറാഴ്ച വൈകിട്ട് അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പിന്നെ ഇങ്ങനെ വന്നു പോകുന്ന ഒരാളെന്നുള്ള നിലയുള്ളൂ. എൻ്റെ ഹൗസ് ഓണർ എന്ത് ചെയ്തു, പുള്ളി അതിൽ ഞങ്ങളാരും ഇതറിയുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു അമ്മാമ്മയുണ്ട്. പുള്ളിക്കാരത്തി രാവിലെ ഇതൊരെണ്ണം പറിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്നില്ല. ഞങ്ങളെയൊക്കെ വർഷങ്ങളായിട്ട് എൻ്റെ മക്കളെ എല്ലാവരും കാണുന്ന അമ്മാമ്മ പറിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ ഹൗസ് ഓണർ ഷിബുവിൻ്റെ കൊടുത്തു. ഇത് സാറിനെ, അപ്പം ചാനലിൽ വിവരം അറിഞ്ഞല്ല, ഇത് സാറിനെ ഉദ്ദേശിച്ചാണെന്ന് തോന്നുന്നു. ഷിബു എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പുള്ളി അങ്ങോട്ട് ഇറങ്ങിയിട്ട് മുഴുവനും വലിച്ചു പറിച്ചു. ഹൗസ് ഓണർ 10 വർഷമായിട്ട് എന്നെ കാണുന്നതായതുകൊണ്ട് പുള്ളിക്ക് അറിയാം. പുള്ളി അത് മുഴുവൻ വലിച്ചു പറിച്ച് കളഞ്ഞു. എങ്കിലും ഷിബുവിന് പിന്നെ വീട്ടിൽ എന്നെ നിർത്താൻ ഒരു ചെറിയ ഭയം, പേടി അതുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. അവിടെ അറ്റാക്ക് ചെയ്യുമെന്ന്, അവിടെ വല്ല പ്രശ്നം വരും. അപ്പം എന്നോടൊന്ന് മാറാവോന്ന് ചോദിച്ചു. സാറൊന്ന് മാറി നിൽക്കാം, ടീച്ചറും പിള്ളേരും ഇവിടെ നിന്നോട്ട്, അത് ഞാൻ നോക്കിക്കോളാം. അവിടെ ജനിച്ചു വളർന്നയാൾ, അതിനുള്ള കോൺഫിഡൻസ് ഉണ്ട്. അവിടുത്തെ ഏരിയയാണോ? അല്ല, ഹൗസ് ഓണർ. അപ്പം അതുകൊണ്ട് സാറൊന്ന് മാറാവെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് കുറച്ച് ദിവസത്തേക്ക് മാറി. എവിടെ? കുറവലങ്ങാടൊരു ഒളിവിലും താമസിച്ചു. സമരജന്മത്ത് അങ്ങനെയെല്ലാം. സാർ, അപ്പൊ ഒരു സംശയം ചോദിക്കാം സാർ. ഈ കോളേജ് അധ്യാപകനായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഈ സമരസമിതിയുടെ തലപ്പത്തേക്ക് വരുന്നത്. അപ്പൊ കോളേജ് മാനേജ്മെന്റിന്റെ ഒരു നിലപാടുണ്ടാവുമല്ലോ. എങ്ങനെയാണ് ഈ അധ്യാപകനായിട്ട് നിൽക്കുന്ന ഒരാൾ സമരസമിതിയിൽ പോയി നിൽക്കുന്നു? ഇതൊരു സർക്കാരിനെതിരായിട്ടുള്ള നിലപാട്, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതിലേ ഞങ്ങളുടെ ആ കാലത്ത് ഞങ്ങൾ കോളേജ് അധ്യാപകർക്ക്, ഇപ്പൊ ഈ പ്രൈവറ്റ് മാനേജ്മെന്റ് വർക്ക് ചെയ്യുന്ന കോളേജ് അധ്യാപകർക്ക് ഇലക്ഷന് മത്സരിക്കാം. അതിപ്പോഴും ഉണ്ടല്ലോ. അതിലൊരു നിബന്ധന വന്നു ഇപ്പോഴും ഉണ്ട്. കെ ടി ജലീലൊക്കെ കോളേജ് അധ്യാപകനല്ലേ? അല്ല, പക്ഷേ പുള്ളി ദീർഘകാലം ലീവിലായിരുന്നു. ഇപ്പോൾ ഇപ്പോഴും ബിന്ദു ഇപ്പോഴും ലീവാണോ? ശരി, ബിന്ദു അവർ രാജിവെച്ചു അല്ല, അല്ലെങ്കിൽ ലീവ് എടുത്തു. കോളേജ് അധ്യാപകർക്ക് പ്രൊഫസർ ആബിദ് ഹുസൈൻ ഞങ്ങൾക്ക് അന്ന് സമരങ്ങളിൽ പങ്കെടുക്കാം. പിന്നെ മാത്രമല്ല മാനേജ്മെന്റ് വന്ന് ഇദ്ദേഹത്തിന് മാനേജ്മെന്റ് എതിർത്തോന്നാ ഞാൻ ഇല്ല, എതിർത്തില്ല. മാത്രമല്ല അനുകൂലിക്കുകയും കൂടെ ചെയ്തു. എല്ലാ പിന്തുണയും മാനേജ്മെന്റിന്റെ ഉണ്ടായിരുന്നു സമരത്തിന്. എനിക്ക് തോന്നുന്നു ഫസൽ ഗഫൂർ സാറിനെ ഒരു നിലപാടുണ്ടല്ലോ. നിലപാടുണ്ട്, തീർച്ചയായും. ഈ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ ഇടപെടുന്ന ഇല്ല, അദ്ദേഹം ഒന്നും ഒരു എതിർപ്പും പറഞ്ഞില്ല. എന്നിട്ട് പിന്നെ ഈ മാറി നിന്നതിന് ശേഷം പക്ഷെ ഞാൻ എല്ലാ ദിവസവും തിങ്കളാഴ്ച ഞാൻ കോളേജിലെത്തും. പിന്നെ അടിയന്തര ഘട്ടങ്ങളിൽ പ്രിൻസിപ്പലുമായിട്ട് പറഞ്ഞിട്ട് ആരെങ്കിലും ഒക്കെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഞാൻ വരും. അപ്പം ടീച്ചേഴ്സും ഈ പ്രതിസന്ധികളിലേക്ക് ഒരു മുഖം എന്താ പറയുക, നമ്മുടെ വിഷ്വൽസിൽ ഒരു മുഖം, ചില മുഖങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു വരും. ചില പ്രതിസന്ധികളിൽ ഒരു വിശ്വംഭരൻ ചേട്ടൻ, ചിലപ്പോൾ ഒരു ഷിബു, അല്ലേ, രക്ഷകരായിട്ട് വരും, രക്ഷകരായിട്ട് അവതരിക്കും. വലിയ ആശങ്കകൾ ഉണ്ടായതിനു ശേഷം ഇതെങ്ങനെയാണ് ആറി തണുത്തെന്ന് പറയുന്നത്? പിന്നീട് ഞാൻ ഒരിക്കല് അപ്പൊ ആ ഇടയ്ക്ക് ഞാൻ 14 ജില്ലയിലും കോഴിക്കോട് ഉൾപ്പെടെ എല്ലാ ജില്ലയിലും ഞാൻ മീറ്റിങ്ങുകൾക്ക് വിളിച്ച് ഞാൻ പോകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട അല്ല സാർ, അതിന്റെ അതോറിറ്റി ആയിട്ട് മാറി, ആളുകളെ ശ്രദ്ധിച്ചു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ആറി തണുത്തു എന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാർ സമരം തന്നെ തണുത്തുപോയി. സമരം മുന്നണി സജീവമായി നിന്നിരുന്നെങ്കിൽ സാറിന് വിടൂല, അവര് മറ്റേ സമരവും ഉപേക്ഷിച്ചു. അതാണ് ഉണ്ടായത്. പിന്നെ മാത്രമല്ല, ഞാൻ 12 പെരുമ്പാവൂർ ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത് KSRTC സ്റ്റാൻഡിൽ വന്നു. അപ്പം എൻ്റെ കൂടെ ഒരു രാജു ജോൺ എന്ന് പറഞ്ഞ ഒരാൾ എന്നെ സ്റ്റാൻഡിൽ കൊണ്ടുവിടാൻ ബൈക്കിന് വന്ന് അവിടെ ഇറങ്ങി.
ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്നെ ഐഡൻറ്റിഫൈ ചെയ്ത ഒരാൾ, അയാൾ അവിടെ നിന്ന് ഒരു 10-12 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഉറക്കം വിളിച്ചു പറഞ്ഞു, ഇയാളാണ് മുല്ലപ്പെരിയാറിൽ നിന്ന് പണം കൊണ്ട് പോയെന്ന്, തമിഴ്നാടിന്റെ ചാരൻ പറഞ്ഞു. പെട്ടെന്ന് ആളുകൾ വളഞ്ഞു. അപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഇനി അടുത്തോട്ട് നടന്നു വരുന്നു. അപ്പം സ്ഥിതി വഷളായി. രാജു ബൈക്ക് സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. രാജു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ഭയങ്കര സ്പീഡിൽ രക്ഷപ്പെട്ടു. അടി കൊണ്ടില്ല. അതൊരു കുറവായിട്ട് കിടക്കുന്നുണ്ട് ഒരു സമരമുഖത്തിന്. അഹമ്മദിന്റെ ഈ ആഗ്രഹം പലർക്കും കാണും. ഓക്കെ സാർ, ഞാൻ ചോദിക്കുന്നത് ഇനിയാണ് നമ്മള് അങ്ങനെ ഒരു പിന്നീട് ഒരു നിശബ്ദകാലം സാറിനെ ഇതിന്റെ ഒരു എനിക്ക് തോന്നുന്നുണ്ട് മുല്ലപ്പെരിയാർ എന്ന് കേട്ടപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പലയിടത്തും സാറിന്റെ പേര് വാർത്തകളുണ്ട്, സാറ് പ്രസംഗിക്കുന്നു, സാറ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അന്നൊക്കെ സാർ മുന്നോട്ട് വെച്ച് ഡിമാൻഡ് ചെയ്താണ് ബദൽ ടണൽ അല്ലെ, പുതിയ ടണൽ ആണല്ലോ മുദ്രാവാക്യം. എന്നിട്ടും ഈ നമ്മുടെ വൈപ്പിനിൽ സമരം തുടങ്ങുന്നത് ഈ 2024, അതായത് 14 12 അങ്ങയുടെ നിർദ്ദേശം 14 സുപ്രീം കോടതി വന്നു. പിന്നെയും 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു പ്രാദേശിക സമരമെങ്കിലും ആ ഡിമാൻഡ് വെച്ചുകൊണ്ട് തുടങ്ങുന്നത്. ഓക്കെ, അവർ തുടങ്ങി. സാർ അതിന്റെ രക്ഷാധികാരിയായിട്ട് തുടരുന്നു. ആ സമരം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഏതാണ്ട് ഇതിന്റെ ഒരു അവസാനത്തേക്ക് വരുമ്പോൾ പ്രശ്നം എന്താണെന്നറിയോ, ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട 2 വാർത്തകൾ സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒന്ന് വിജയിയുടെ പ്രസംഗം. വിജയ് എന്താ പറയണത്? പുതിയ ഡാം അനുവദിക്കില്ല. പുതിയ ഡാം ഉണ്ടാക്കാൻ തമിഴ്നാട് കേരളത്തെ ഒരു കാരണവശാലും അനുവദിക്കുകയില്ല. വെള്ളത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. വേറൊന്നുകൂടി വിജയ് പറയുന്നുണ്ട്. സാറ് പഴയ കണക്കാ പറയുന്നത്. 136 അടിയിലാണ് തുടങ്ങിയത്. 142 അടിയിലേക്ക് അന്ന് തന്നെ ഉയർത്തിക്കൊള്ളാൻ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ചെറിയ റിപ്പയർ നടത്തി കഴിഞ്ഞാൽ 152 ആക്കാം. എന്നിട്ടും എന്തുകൊണ്ടാണ് ജലനിരപ്പ് ഉയർത്താതെന്നാണ് വിജയിയുടെ ചോദ്യം. ഡാം അനുവദിക്കുകയുമില്ല. കൗണ്ടർ പാർട്ടി ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ എന്താണ് ഇപ്പോഴത്തെ ഈ മോൻ ജോസഫ് റോഷിയും ഇത് തന്നെ പറഞ്ഞു. പാർട്ടി ഗ്രൂപ്പ് വ്യത്യാസമുണ്ട്. ഇപ്പോ ഇദ്ദേഹം പറഞ്ഞു മോൻ ജോസഫ് എന്താ പറയണത്? മോൻ ജോസഫ് പറയുന്നത് സാറ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വിളിച്ച മുദ്രാവാക്യം. പുതിയ അണക്കെട്ട്, പുതിയ കരാർ പറയുന്നു. പുതിയ അണക്കെട്ട് വേണം അവർക്ക്. അണക്കെട്ട് ലോബിക്കാണ് ഈ അണക്കെട്ട് ആവശ്യമുള്ളത്. കേരളത്തിലും ഈ ലോബിക്ക് ആവശ്യമുണ്ട്. പുതിയ അണക്കെട്ട് ഉണ്ടാക്കണം. വേറൊന്ന് തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷയ്ക്ക് എന്താ മാർഗം? പുതിയ ഡാം. എങ്ങനെ കാണുന്നു സാർ ഈ ഗതികേടിന്? അതായത് പുതിയ ഡാമിന്റെ പ്രശ്നം ആദ്യം കേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, 60 അടി ഹൈറ്റ് കൂടും പുതിയ ഡാമിന്, 600 അടി നീളം കൂടും. കണ്ടെയ്ൻ ചെയ്യാൻ പോകുന്ന വെള്ളത്തിന്റെ അളവ് ഇന്നുള്ള ഡാമിനേക്കാൾ 40% കൂടും. മാത്രമല്ല ഈ ഒന്നാമത്തെ ഡാം, രണ്ടാമത്തെ ഡാം പണി തീർന്ന് വെള്ളം നിറച്ചു കഴിയുമ്പോൾ ഒന്നാമത്തെ ഡാം ഡാം പ്രപ്പോസൽ എവിടെയാ? ഇപ്പോൾ ഡാമിനേക്കാളും മുമ്പെയാണ്? അല്ല, പുതിയ ഡാമിന് ശേഷം അപ്സ്ട്രീമിൽ വെള്ളം കിടക്കുന്നു, ഡൗൺ സ്ട്രീമിലെ പണിയത്തുള്ളൂ, പുറകിലാണ്. അതിന്റെ സർവേ ഹൈദരാബാദിലെ ഒരു ഏജൻസി നടത്തി 1350 അടി പുറകിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പാറയുടെ ബലപരിശോധനയൊക്കെ പ്രേമേന്ദ്രന്റെ കാലത്ത് നടന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വെറും 1350 അടി പുറകിലാണ് ഈ സെക്കൻഡ് ഡാം. പ്രേമേന്ദ്രനും അക്കാര്യത്തിൽ കാഴ്ചപ്പാട് മാറ്റിയിട്ടുണ്ടാവും, നിലപാട് പ്രേമേന്ദ്രൻ മാറ്റിയില്ല എന്നിടത്താണ് കേരള രാഷ്ട്രീയക്കാർ നിലപാട് മാറാത്തതിന്റെ കാര്യം. പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മാർത്ഥമായി പണിയെടുത്തു. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ പുതിയ ഡാം പഠിക്കാനും ഒക്കെ ആയിട്ട് ഞങ്ങളും വന്ന് അദ്ദേഹത്തോടൊപ്പമായിരുന്നു. അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ടാണ് ഹരീഷ് സാൽവെ വെച്ച് കേസ് തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് VS അദ്ദേഹത്തോടൊപ്പം ആത്മാർത്ഥമായിട്ട് നിന്നു. മൻമോഹൻ സിംഗും ഒക്കെ ആയിട്ടുള്ള ചർച്ചയൊക്കെ ചെയ്യാൻ അദ്ദേഹവും മുൻപിൽ ഒപ്പം പ്രേമേന്ദ്രനും അവരൊന്നിച്ച് വളരെ ശക്തമായിട്ട് നിന്ന് ഞങ്ങളും അവരോടൊപ്പം ഞങ്ങളുടെ കൂടെയും പ്രേമേന്ദ്രൻ പലതവണ ഞങ്ങളുടെ സമരപ്പന്തലിൽ വന്നിരുന്നു. ഏതായാലും ഇന്നിപ്പം പുതിയ ഡാം എന്ന നിലപാട് പറയുമ്പം കഴിഞ്ഞ 10 വർഷം ഇത് തന്നെയായിരുന്നു. എന്നാന്നറിയോ? മാത്രമല്ല എല്ലാ വർഷവും ബഡ്ജറ്റിൽ 10 കോടി രൂപ മുല്ലപ്പെരിയാർ ഡാം പണിയാൻ മാറ്റിവെക്കും. അങ്ങനെ 10 വർഷവും മുല്ലപ്പെരിയാർ ഡാം പണിയുന്ന ബഡ്ജറ്റ് ഇറങ്ങി, പണിതില്ല. ഇപ്പം ഇതാ മോൻ ജോസഫ് പുതിയ ഡാം പണിയുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിങ്ങനെ ഈ അടുത്ത 5 വർഷം നമുക്കിത് കേട്ടുകൊണ്ടേയിരിക്കാം.
അതിങ്ങനെ അപ്പോഴും ഈ പ്രപ്പോസല് ഇതിപ്പോ CP റോയ് എന്ന് പറയുന്ന ഒരു പാവം മനുഷ്യന്റെ പ്രപ്പോസൽ അല്ലല്ലോ, അല്ല, സുപ്രീം കോടതിയുടെ പ്രപ്പോസൽ. എന്റെ പ്രപ്പോസൽ ഇത് എന്താണ്? ആ പ്രപ്പോസൽ ഇങ്ങനെ ബധിരകരണങ്ങളിൽ ചെന്ന് പതിച്ചുകൊണ്ട് അതിൽ ഒരു കാര്യമുള്ളത്. ഇനി ഞാൻ തമിഴ്നാടിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞാലേ അത് പൂർത്തിയാവുള്ളൂ. നമ്മൾ തമിഴ്നാടിന് സെക്കൻഡ് ഡാം കെട്ടാൻ നമ്മളെ അനുവദിച്ചാൽ എന്താണ് എന്ന് നമ്മൾ വളരെ വികാരത്തോടെ അത് പറയുന്നത്. നമുക്ക് വലിയൊരു വിഷമമുണ്ട് കാര്യത്തിൽ. മറിച്ച് അവരെന്താ ആലോചിക്കുന്നതെന്നുള്ളത് നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്താണെന്നറിയാമോ? സെക്കൻഡ് ഡാം പണിയാം എന്ന് തന്നെ ഇരിക്കട്ടെ, തേർഡ് ഡാം എവിടെ പണിയും? എന്തിനാ തേർഡ് ഡാം? അത് വെള്ളം ഒഴുക്കിക്കൊണ്ട് വരണ്ടേ? തുറന്നു വിടും. 1999 ഉണ്ട്. ഇത് 131 വർഷമേ ആയുള്ളൂ. ശരിയാ. 200-250 അല്ല, അവർക്ക് 2000 കൊല്ലം ഉണ്ട്. 2000 കൊല്ലം ഉണ്ട്. തേർഡ് മതിയോ? ഫോർത്ത് വേണ്ടേ? ഫിഫ്ത്ത് വേണ്ടേ? അല്ല, ശരിയാണ്, ന്യായമായ ചോദ്യം. ഈ ഡാമിൽ നിന്നുള്ള വെള്ളം അല്ലേ ഒഴുക്കിക്കൊണ്ടുപോയാൽ പിന്നെയും അവർക്ക് ഡാം അല്ലാതെ മുല്ലപ്പെരിയാറിന് ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ല. അത് ഈ ഗവൺമെന്റിലെ പറഞ്ഞാൽ ആളുകളുടെ തലയിൽ കയറുന്നില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം അതാണ്. ഇവിടെ തലയിൽ ഫസ്റ്റ് ഡാം അല്ലാതെ മുല്ലപ്പെരിയാറിന് മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല. നമ്മൾ ഈ ഫസ്റ്റ് ഡാം കൊണ്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യാന്നേ ഉള്ളൂ. അതിൽ ജലനിരപ്പ് താഴ്ത്തുക, പുതിയ ടണൽ ഉണ്ടാക്കുക. അവർക്ക് കൂടുതൽ വെള്ളം കിട്ടുന്നതോടെ അവരുടെ പ്രശ്നം തീരും. നമുക്ക് എക്കാലം സുരക്ഷ ഉറപ്പാണ്. ഒരു സംശയം കൂടെ. നേരത്തെ മുതൽ കേൾക്കുന്ന ഒരു ആരോപണം സുർക്ക ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചത്, ചുണ്ണാമ്പ് കല്ലാണ്, ഇതിന്റെ കാലാവധി കഴിഞ്ഞു, ലോകത്ത് ഒരിടത്തും ഇത്രയും കാലം ഒരു ഡാം നിൽക്കില്ല എന്നാ പറഞ്ഞത്. സാറിന് എന്താ അതിനെക്കുറിച്ച് പറയുമ്പോഴേ എന്താണെന്നറിയോ, നമ്മൾ പൊതുവെ എല്ലാവരും 50 വർഷം എന്ന് പറയുന്ന ഒരു കാലാവധിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പൊതുവെ എഞ്ചിനീയർമാരെ പുതിയ ഈ ഒരു ഡാമിൻ്റെ കാലാവധി പറയുന്നത് 50 വർഷം കഴിഞ്ഞ ഉടനെ അത് പൊളിഞ്ഞു വീഴുമെന്നല്ല. മറിച്ച് ഏത് പർപ്പസിനാണോ ഈ ഡാം പണിതത്, ഒന്നുകിൽ ജലസേചനമായിരിക്കാം, അല്ലെ വൈദ്യുതി ഉൽപ്പാദനമായിരിക്കാം. സ്വാഭാവികമായിട്ടും ഈ ഡാമിൽ ചെളി അടിഞ്ഞും ഒക്കെ ആയിട്ട് ഇപ്പം 100 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് ഒരു ഡാം പണിതതെങ്കിൽ 50 വർഷം കഴിയുമ്പോഴത്തേക്ക് 50 മെഗാവാട്ട് വൈദ്യുതിയെ അതിനകത്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. ആ അർത്ഥത്തിലാണ് അതിനെ ഈ 50 വർഷത്തെ കാലാവധി എന്ന് എഞ്ചിനീയർമാർ വിശേഷിപ്പിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല സാർ, ലോകത്ത് പലയിടത്തും അത്തരം ഡാമുകൾ കാലപ്പഴക്കം ഉണ്ടായപ്പോൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ ഒരു പാർഷ്യൽ ഡീകമ്മീഷനിങ് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 15.5 TMC വെള്ളം 10.5 ആക്കി കുറഞ്ഞു. അത് പിന്നെ 136, 142 ആക്കിയപ്പോൾ 12 TMC ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രപ്പോസൽ ഒരു ടണൽ മാത്രമല്ല, അടുത്ത ഡീകമ്മീഷനിങ് ആണ്. യെസ്, UN പറയുന്നത് നിലവിലുള്ള ഒരു ഡാമിന്റെ വാട്ടർ ലെവൽ 50 അടിയിലേക്ക് 50% കുറച്ചാൽ ആ ഡാം ഡീകമ്മീഷൻഡ് ആണെന്നാണ് UN പറയുന്നത്. നമ്മുടെ ഈ പ്രപ്പോസൽ നടപ്പാക്കിയ മുല്ലപ്പെരിയാർ ഡാമിൽ 40% വെള്ളമേ പിന്നെ ഉള്ളൂ. അതെ, നമുക്കിപ്പോ അവസാനമായിട്ട് നമ്മുടെ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ മനസ്സിലുള്ള ഒരു ചോദ്യം ഇതാണ്. സാറിന്റെ പ്രപ്പോസലും സമരവും ഒരു ഭാഗത്ത് നടക്കുന്നു വൈപ്പിനില്. വിജയിയുടെ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഘോരഘോരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ആഴ്ച. അതിന് മറുപടിയായിട്ട് കേരളത്തിന്റെ ജലസേന മന്ത്രിയുടെ പ്രസംഗം കേൾക്കുന്നു. ചോദ്യം ഇതാണ്, ഒരു ഡാം എങ്കിൽ ഡാം, ടണൽ എങ്കിൽ ടണൽ. മുല്ലപ്പെരിയാറിന് ഒരു പരിഹാരവും ഇല്ലാതെ ഈ വാചാടോപം മാത്രം മതിയോ? എന്താണ് സാറിന്റെ മനസ്സിലുള്ളത്? എന്നാ ഇതിനൊരു പരിഹാരം ഉണ്ടാവുക? അതില് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇത് രാഷ്ട്രീയമാണ്. നമുക്കറിയാമല്ലോ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ തന്ത്രങ്ങൾ. ഇപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് വെള്ളത്തിൻ്റെ കാര്യം, അതായത് എല്ലാ ദേശീയതയ്ക്കും ഒരു പൊതു ശത്രു ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ ദേശീയതയ്ക്കും ഒരു പൊതു ശത്രു ഉണ്ട്. ദേശീയത സബ് നാഷണാലിറ്റി ആണോ? യെസ്. തമിഴ് ദേശീയതയുടെ പൊതു ശത്രു കർണാടകവും കേരളവുമാണ്. ആ ദേശീയത ഉണർത്താൻ അത് നല്ല പോലെ അവിടുത്തെ രാഷ്ട്രീയക്കാർ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇവിടെയും നമ്മൾ പുതിയ ഡാമെന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ദേശീയത ഈ പുതിയ ഡാമിൽ ഉടക്കി കിടക്കുകയാണ്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഈ ദേശീയതയെ പുതിയ ഡാമെന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു പരിഹാരം ഇതല്ലെന്ന്
കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം പുതിയ ഡാം അല്ല പരിഹാരം എന്നുള്ളത്. കാരണം ഈ പ്രശ്നത്തിനൊരു ഒരു ഒരു രമ്യമായ പരിഹാരമാണ് വേണ്ടത്. സാംസ്കാരികമായിട്ട് കുറെ കൂടി വിശാലമായ ഒരു ക്യാൻവാസിൽ പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു ദ്രവിഡിയൻ ഫാമിലിയുടെ ഭാഗമാണ്. നമ്മുടെ ഭാഷ, സംസ്കാരം ഒക്കെ തമിഴിൽ നിന്നുണ്ടായതാണ്. എന്നിട്ടും നമുക്ക് ശത്രുതയോടെ കാണാൻ ആണ് നമ്മൾ ഇഷ്ടം. രാഷ്ട്രീയക്കാർക്ക് അതാണ്. തമിഴ്നാട് വിരുദ്ധത, തമിഴ് വിരുദ്ധത ഇവിടെയും, മലയാളി വിരുദ്ധത അവിടെയും. മാത്രമല്ല അവര് ഇപ്പൊ തന്നെ വിജയ് അധികാരത്തിൽ വന്ന് 100 ദിവസം തികയുന്നതിന് മുമ്പ് കർണാടകവും കേരളവുമായിട്ടാണ് ഒരു അടി വന്നത്. മുല്ലപ്പെരിയാർ കാവേരിയുടെ 419 TMC എന്ന് പറഞ്ഞാല് ഒരു TMC 1000 മില്യൺ ക്യൂബിക് ഫീറ്റ് ആണ്. അത് ഒന്ന് എഴുതി കാണിക്കാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല അത് എഴുതി കാണിക്കാനായിട്ട്. അത്രയുണ്ട് 1000 ഒരു TMC ആണ്. അതിൽ 419 TMC. ഇത് കൊണ്ട് തീർന്നില്ല കർണാടകയുടെ കോൺട്രിബ്യൂഷൻ. അല്ല, ആന്ധ്രയിലെ കൃഷ്ണ നദിയിൽ നിന്ന് വെള്ളം ചെന്നൈ നഗരത്തിൽ എത്തുന്നുണ്ട്. ഈ ആന്ധ്രയിലെ കൃഷ്ണ നദിയിൽ നിന്ന് ഒരു 406 കിലോമീറ്റർ. അത് MG രാമചന്ദ്രനും NTRും തമ്മിൽ ഒപ്പുവെച്ച കരാറാ. യെസ്, എന്ന് വെച്ചാല് ആന്ധ്രയുമായിട്ടുണ്ട് വെള്ളം, കർണാടകയുമായിട്ടുണ്ട്, കേരളവുമായില്ല. അതില് ആന്ധ്രയിൽ ഞാൻ പറയാൻ വന്നത്, ആന്ധ്രയിലെ കൃഷ്ണ നദിയിൽ നിന്ന് വരുന്ന വെള്ളത്തില് കർണാടകയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കൃഷ്ണ നദീ തീരം പങ്കുവെക്കുന്ന മഹാരാഷ്ട്രയും കർണാടകവും 5 TMC വെള്ളം വീതം ചെന്നൈ നഗരത്തിന് കൊടുക്കണമെന്നാണ് കരാറ്. അപ്പോൾ ഈ 5 TMC, അങ്ങനെ ഒരു 5 TMC വെള്ളവും കൂടി കർണാടക നൽകുന്നുണ്ട്. കൃഷ്ണാനദിയുടെ ഒരു കോൺട്രിബ്യൂഷൻ കൂടെ തമിഴ്നാടിന് കിട്ടുന്നുണ്ട്. ചെന്നൈ നഗരം മുഴുവൻ വെള്ളം കുടിക്കുന്നത് കൃഷ്ണാനദിയിലെ വെള്ളമാണ്. ഈ സാർ ഈ പറഞ്ഞു വരുന്നതിന്റെ ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, ദക്ഷിണേന്ത്യയുടെ മൊത്തം പരന്നു കിടക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയ അധികാരത്തിന് എനിക്ക് തോന്നുന്നു ആ വെണ്ണില ഈ മുല്ലപ്പെരിയാറിന്റെ മൊത്തം ഈ ജലാധികാരത്തിന്റെ ചരിത്രം അതിമനോഹരമായ നോവലായിട്ട് എഴുതിയ ആളാണ് ആ വെണ്ണില, തമിഴ് നോവലിസ്റ്റ്. ആ പുസ്തകത്തിന്റെ പേര് നീരധികാരം. ജലം എന്ന അധികാരം. മുല്ലപ്പെരിയാറിന്റെ അടിസ്ഥാന പ്രശ്നം അതാണെന്നാണ് സാർ പറഞ്ഞത്. ഈ അധികാരത്തിന് മുമ്പിൽ മനുഷ്യജീവൻ, കേരളത്തിന്റെ ഭാവി, ഇതിൽ എന്തെങ്കിലും വെളിച്ചം സാർ കാണുന്നുണ്ടോ സാർ? ഇതിന്റെ ഏറ്റവും ഇതിനു വേണ്ടി ഒരു ആയുഷ്കാലം നീക്കിവെച്ച ഒരു അക്കാഡമിഷ്യൻ എന്ന നിലയിലാണ് ഞങ്ങളുടെ ചോദ്യം. തീർച്ചയായിട്ടും അതിനകത്ത് ഈ നീരധികാരത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. തമിഴൻ്റെ എക്കാലത്തെയും വലിയ ആവശ്യം വെള്ളമാണ്. അവർക്ക് 1200 സെന്റിമീറ്റർ മഴയാണ് ഒരു വർഷം കിട്ടുന്നത് ആകെ. അത് ശരാശരി കിട്ടുന്നത്. നമുക്കിവിടെ 4 ദിവസം കൊണ്ട് കിട്ടിയത്. ഇവിടെ നമുക്ക് 3200-നും 3800-നും ഇടയിൽ സെന്റിമീറ്റർ മഴ ലഭിക്കുന്ന നാടാണ് നമ്മുടേത്. അപ്പം ഈ കേരളത്തെക്കാൾ 6 ഇരട്ടി വലുപ്പമുണ്ട് തമിഴ്നാടിന്. അപ്പോൾ എല്ലാ നഗരങ്ങളിലും വെള്ളം എത്തണം, എല്ലാ മനുഷ്യവാസമുള്ള മേഖലയിലും വെള്ളം എത്തണം. പിന്നെ അതുപോലെ തന്നെ കൃഷി നടക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം നീരെന്ന് പറയുന്നത് അവരുടെ നിലനിൽപ്പാണ്, പ്രാണനാണ്. മാത്രമല്ല ലോകത്തെ ഏറ്റവും നല്ല വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റങ്ങളിലൊന്ന് തമിഴ്നാടിൻ്റെതാണ്. കാരണം എന്താണെന്നറിയാമോ, അതായത് അതിൽ അവരേറ്റവും ബുദ്ധിപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യം, ഒരു പുതിയ IAS ബാച്ച് ഇറങ്ങിയാൽ ഏറ്റവും സമർത്ഥന്മാരെയാണ് അവർ വാട്ടർ മാനേജ്മെന്റ്. എല്ലാ സ്റ്റേറ്റിലും ഫൈനാൻസിലേക്കാണ് സമർത്ഥന്മാരെ വെക്കുന്നത്. ഇവിടെ വാട്ടർ മാനേജ്മെന്റ് ഏറ്റവും അവസാനത്തെ കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ നീരിന് വേണ്ടിയുള്ള പോരാട്ടം, ജലവിഭവശേഷി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ മുഖ്യധാരാ പാർട്ടികളൊന്നും എടുക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ തരത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ തീർച്ചയായിട്ടും അവരുടെ ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് വെള്ളമെന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രതീക്ഷ തീർച്ചയായിട്ടും എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അടുത്തൊരു പാർഷ്യൽ ഡീകമ്മീഷനിങ് ഈ പുതിയ ടണൽ നിർമ്മിച്ച് നടക്കുമെന്ന, അല്ലെങ്കിൽ നാളെ
കേരളത്തിന് ഈ ഒരു തീരുമാനത്തിലേക്ക്, കേരളത്തിന് മാത്രമല്ല ഈ സെക്കൻഡ് ഡാമിന് സമ്മതിക്കാത്ത തമിഴ്നാടിനും ഇതായിരിക്കും ഏറ്റവും സ്വീകാര്യമായ സാറിന്റെ പ്രതീക്ഷ മലയാളത്തിന്റെ കൂടി പ്രതീക്ഷയാണ്. ഈ വിഷയത്തിൽ മറ്റൊരു അധികാരി ഇല്ല നമുക്ക്. എന്തായാലും ഇപ്പോൾ നമുക്കറിയാം മലയാളികളുടെ തലയ്ക്ക് മുകളിലുള്ളൊരു ജലബോംബെന്നാണ് മുല്ലപ്പെരിയാർ ഡാമിനെ വിശേഷിപ്പിക്കുന്നത്. എന്തായാലും ഈ ഡാമിൻ്റെ ആവശ്യകത, പുതിയ ഡാം നിർമ്മിക്കണോ അതോ കനാലാണോ നിർമ്മിക്കേണ്ടത്, ഇതൊക്കെ വളരെ വിശദമായിട്ട് തന്നെ പ്രൊഫസർ CP റോയി സാർ മുല്ലപ്പെരിയാർ ഡാം 999+999 എന്ന് പറയുന്ന ഈ പുസ്തകത്തിലൂടെ വിവരിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ സംസാരിച്ചത്. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വളരെ വ്യക്തമായിട്ട് സുതാര്യമായിട്ടൊക്കെ അറിയണമെങ്കിൽ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. സാറുമായിട്ട് സംസാരിക്കാൻ അവസരമുണ്ട്. എന്തായാലും ABC ഇങ്ങനെ ഒരു ചർച്ച നടത്താൻ കഴിഞ്ഞാൽ ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട്. വളരെ നന്ദി സാർ. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.